ആരുടെ മക്കളാ? ഈ രാജ്യത്തിന്റെ സവർണ സമ്പന്ന വർഗത്തിന്റെ മക്കളല്ല. ഈ രാജ്യത്തെ മുസ്ലിമിന്റെ, ദലിതന്റെ, യാദവന്റെ, ദ്രാവിഡന്റെ, ആദിവാസിയുടെ, വിശ്വകർമ്മത്തിന്റെ, തീയ സമുദായത്തിന്റെ, ഹരയ സമുദായത്തിന്റെ ഉൾപ്പെടെ മർദ്ദിത കീഴാള ഭൂരിപക്ഷ ജനതയുടെ 20 ലക്ഷം കുട്ടികൾ ഒരു വർഷം പോഷകാഹാര കുറവ് മൂലം ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യം ഇവിടെ പുരോഗതി പ്രാപിച്ചത്, ഈ രാജ്യത്തിന്റെ 67% ശരാശരി വരുമാനം 20 രൂപയിൽ താഴെയാണ്. ഈ നാട്ടിൽ 20 രൂപയിൽ താഴെയുള്ള 67% ഒരു ദിവസം ഇങ്ങനെ ജീവിച്ചു പോകും. മറുഭാഗത്ത് സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര രംഗത്ത് സമ്പന്നർ വർദ്ധിച്ചു എന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇങ്ങനെ വളരെ അഭിമാനം കൊള്ളുകയാണ്. ശരിയാണ്, സമ്പന്നർ വർദ്ധിച്ചു. ഒരു കാലത്ത് ടാറ്റയെന്നും ബിർളയെന്നും കേട്ടിരുന്നിടത്ത് നസീം പ്രേംജി എന്നും അത് റിലയൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുത്തൻ സമ്പന്നർ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു. ഒരു ഭാഗത്ത് സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ദരിദ്ര ജനവിഭാഗത്തിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്. പട്ടിണി മരണങ്ങൾ വ്യാപകമായ ഒരു രാജ്യമാണ് ഇന്ത്യ. പോകട്ടെ, വയനാടുകാർക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1,95,532 കർഷകർ ആത്മഹത്യ ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഒന്നും രണ്ടുമല്ല, 1,95,532 കർഷകർ കാർഷിക സമ്പന്നമെന്ന് പറയുന്ന കൃഷി വകുപ്പെന്ന പ്രത്യേക വകുപ്പുള്ള ഇന്ത്യയുടെ ദേശീയ തലത്തിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്തിന്റെ ഭീമാപ്പള്ളിയുടെ തീരദേശത്ത് 6 മുസ്ലിങ്ങളെ, 16 വയസ്സ് പ്രായമുള്ള ഫൈസൽ ഉൾപ്പെടെയുള്ള 6 മുസ്ലിങ്ങളെ കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് വെടിവെച്ചു കൊന്നു. എന്തിനാണ് വെടിവെച്ചത് എന്ന് ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നടന്ന സംഭവമല്ല. ഇത് ശിവസേനയ്ക്ക് സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലല്ല. ഇത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബീഹാറിലും നടന്നതല്ല. ജനാധിപത്യ സംവിധാനത്തിന്റെ മാതൃകയെന്നും മതനിരപേക്ഷതയുടെ മഹിതമായ ഉദാഹരണമെന്നും എല്ലാം പറയുന്ന ഒരു കേരള സംസ്ഥാനത്ത്, കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുള്ള കേരളത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചു പോരുമ്പോൾ CPM ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു. എന്തിനാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നത് എന്തിനാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടില്ല, രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ്. അവർക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരുമില്ല. 5 മാസം ഗർഭിണിയായ ഒരു ദളിത് സഹോദരിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് ഗർഭമലസിപ്പോയി. 1 മാസം മുമ്പ് ഈ കേരളത്തിലാണ് നടന്നത്. ആരും ചോദിച്ചില്ല എന്തിനാണ്. ഒരു സവർണ സമ്പന്ന കുമാരിയായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഈ രാജ്യത്തിന് നടക്കുമായിരുന്നു. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. ഈ രാജ്യം ഭരിച്ചവർ എവിടെ എത്തിച്ചു? ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തിനെതിരായ നയരൂപീകരണ നിയമ നിർമ്മാണങ്ങളാണ് പാർലമെന്റിൽ നടക്കുന്നത്.